ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ പുള്ളിയുടെ അത്രയും ഐഡിയ ഉണ്ടായില്ല. പിന്നെ ഈ ജിൽ ജിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെയാണല്ലോ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഹിറ്റാണ്, മറ്റേ വൈറലാണ് എന്ന് ഒരു ഐഡിയ ഉണ്ട്. സിനിമ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരിക്കലും പറയത്തില്ല, ഈ സിനിമ വേണം ആഗ്രഹങ്ങൾ തന്നെ ഉണ്ട്. വളരെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഷോൾഡർ ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും, കോമഡി വർക്ക് ആകുമോ, അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വപ്നക്കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രാജഡിയാ, പക്ഷെ ആ ഒരു പോയിന്റ് വരെ അത് ഭയങ്കര രസമുള്ളൊരു പടമല്ലേ. ട്രാജഡി വരെ, ട്രാജഡി നമ്മള് എന്ത് സംഭവിച്ചെന്നായി പോത്തില്ലേ. ദ ക്യൂ ഷോ ടൈമിൽ അനാക്കലി മരക്കാർ, വെൽക്കം. സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 2016 മുതലുള്ളൊരു ജേണി. ഈ ജേണിയിൽ നമ്മളൊരു സ്ഥലത്ത് സർവൈവ് ചെയ്യാണല്ലോ. നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മളെപ്പോഴും ഇൻഡിവിജ്വലാണ്. ഓഡിയൻസ് നമ്മളെ വാല്യൂ ചെയ്യുന്നതും ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ ഇൻസെക്യൂരിറ്റീസ്, ഇൻഹിബിഷൻസ് ഇതെല്ലാം ഉണ്ടാവും. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ടുള്ള യാത്ര എളുപ്പമാണോ? അത്ര എളുപ്പമായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ എന്നാ പറയുന്നത്, ഒരു പ്രസന്റിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇപ്പം എന്താണെങ്കിലും ഞാൻ അതിനെ അങ്ങനെ ഡീൽ ചെയ്ത് മുമ്പിലോട്ട് പോകും. ഇപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എനിക്കത് കൂടുതലും ഈ പറഞ്ഞ പടങ്ങൾ കിട്ടാതാകുമ്പം ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അതിനെ ഞാൻ വേറെ എങ്ങനെയെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് എനിക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ എഫേർട്ടൊക്കെ ഇട്ട് മുമ്പിലോട്ട് പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ടൈം വരെ എനിക്കിപ്പം കുറച്ചുകൂടെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് 27 വയസ്സാണ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു കൂടുതൽ. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചതിൻ്റെ ഇടയ്ക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാറുണ്ടായിരുന്നു, പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റഡ് ആയിരുന്നു. അപ്പം അതിലൂടെ ഞാൻ എന്തെങ്കിലും ചെയ്യാനും, ഇപ്പോൾ ഫാഷൻ ഡിസൈൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വരയ്ക്കും. അപ്പം അതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പം അങ്ങനെ സിനിമ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്ന സമയമുണ്ട്. ഈ ഒരു പോയിന്റിലാണ്, അല്ലെങ്കിൽ സുലേഖ മെൻസിൽ കഴിയുന്ന ഒരു സമയത്താണ് ഇതിൽ നിൽക്കണം, ഇതിൽ കുറച്ച് സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അതുവരെ ഈ പറയുന്ന പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ കുറവായിരുന്നു. അല്ല, ഈ സുലേഖ മൻസിലിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് സുലേഖ മൻസിലല്ല, അനാക്കലി നമ്മളിപ്പോ പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലായിരുന്ന ഫസ്റ്റ് വിഷ്വൽ ആ ഡാൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു ടൈമില് അത്രയും അത് റീലുകളാണെങ്കിലും ഷോർട്സിലാണെങ്കിലും എല്ലായിടത്തും ഈ ഡാൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പാട്ടിനുള്ള പ്രാധാന്യം, പെർഫോമൻസ് ഇതെല്ലാം ഉണ്ട്. ഈ സുലൈഖ മൻസിൽ ആ ഒരു സിനിമ പറ്റിയാണ് ചോദിക്കുന്നത്. ഈ ഒരു ഡാൻസ് കോറിയോഗ്രാഫി ഓൾറെഡി ഇപ്പോൾ അഷ്റഫ് ഹംസ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെ ഡാൻസിന്റെ പാട്ടുണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇതിന്റെ ഒരു രീതി ഇതായിരിക്കും, സ്വഭാവം ഇതായിരിക്കും. പോസ്റ്റ് റിലീസിൽ ഇതിന് ഇത്രയും ഒരു ഭയങ്കരമായ സ്വാധീനം ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്തകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പുള്ളിക്ക് അതിനെപ്പറ്റി കൃത്യമായ ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പം എത്ര നാള് കാത്തിരുന്നു ഒക്കെ ചെയ്യുന്ന സമയത്തും ഇതിന് മുമ്പ് ഒരാൾ അങ്ങനത്തെ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഒക്കെ കാണിക്കുക. അപ്പൊ ആദ്യത്തെ മറ്റേ ആൽബം സോങ് ആണെങ്കിലും ഇത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ പുള്ളിയുടെ അത്രയും ഐഡിയ ഉണ്ടായില്ല. പിന്നെ ഈ ജിൽ ജിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെയാണല്ലോ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഹിറ്റാണ്, മറ്റേ വൈറലാണ് എന്ന് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നമ്മൾ സിനിമയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയത്തൊന്നുമില്ലായിരുന്നു. ആദ്യം ഇങ്ങനെ ഓഡിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഡാൻസ് കളിക്കുന്ന പോലും അവർക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല. പക്ഷെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്തൊരു ഒരു ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡാൻസ് വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നോണ്ട് അത് ഈസി ആയിട്ട് പോയി. ആനന്ദത്തിന് അഭിനയിക്കാൻ പോകുന്നത് ഹംപി ഗോവയൊക്കെ കാണാന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറയുമെങ്കിലും പോസ്റ്റ് റിലീസ് സിനിമ ഹിറ്റ് ആവുന്നുണ്ടല്ലോ. അതിൽ പറയുന്ന
ആക്ടേഴ്സ് അനാക്കലിയുടെ പേരും വരുന്നുണ്ട്. ഈ ആനന്ദത്തിന്റെ ഒരു പോസ്റ്റ് റിലീസ് ടൈമില് എനിക്ക് മനസ്സിലായിടത്തോളം പ്രത്യേകിച്ച് അതിൽ ഫോക്കസ്ഡ് അല്ലാതെ പറയാം, സ്റ്റിൽ ഈ കരിയർ, അതിന്റെ ഒരു ഇനിയുള്ള ഫേസ്, അങ്ങനത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ആ ഒരു ടൈമില്? ഇല്ല, അത് ഞാൻ അന്ന് എനിക്ക് 19 വയസ്സാണ്. അപ്പം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ ഒക്കെ കഴിയുമ്പോഴാണ് പടം ഷൂട്ട് ചെയ്യാൻ. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും സിനിമ റിലീസായിരുന്നു. ആ സമയത്ത് എനിക്ക് പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക, ഞാൻ അന്ന് തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സിനിമ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരിക്കലും പറയത്തില്ല, ഈ സിനിമ വേണം ആഗ്രഹങ്ങൾ തന്നെ ഉണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു പോസ്റ്റ് റിലീസിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഒട്ടും ആലോചിച്ചിട്ടുണ്ടായില്ല. ഇങ്ങനെ ഇതുപോലെ പിന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പം അതിനു വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം, PG അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു വർഷം ബ്രേക്ക് എടുത്തു, വെറുതെ ചില്ല് ചെയ്യാൻ. അങ്ങനെ ആ വർഷം വെറുതെ നടന്നു. പിന്നെ ഞാൻ അങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പോയി. ഇപ്പം കോസ്റ്റ്യൂം, സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒരു കൊറോണ വന്നപ്പോഴേക്കും ഇല്ലാതായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ സ്റ്റക്കായിപ്പോയി. അതുവരെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ കൊറോണ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയക്ക് ഒരു പ്രാധാന്യം തന്നെ വരുന്നത്. പിന്നെ ആ സമയത്ത് ഈ പാട്ടുകളൊക്കെ അതെ. അപ്പം അങ്ങനത്തെ കൊളാബറേഷൻ, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കാശുണ്ടാക്കി തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തിനാ പഠിക്കുന്നത്, ഇത് കൊള്ളാലോ, ഇനി എന്തിനാ ഞാൻ കഷ്ടപ്പെടുന്നത്. പിന്നെ അങ്ങനെ മുമ്പിലോട്ട്. പക്ഷെ ആനന്ദത്തിന് ശേഷം അങ്ങനെ ഒട്ടും കാര്യം ആനന്ദത്തിൽ ആകെ ഒരു ഡയലോഗും, പിന്നെ ബാക്കിയുള്ള സീനുകളിൽ ഞാൻ ചിരിക്കുന്നു, നടക്കുന്നു, പുറകിലിരിക്കുന്നു, അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അത് വെച്ച് ഞാൻ എന്ത് പിന്നെ ഇനി ഒരു ഫ്യൂച്ചർ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യാനാ. പിന്നെ ഉയരെ സമയത്തൊക്കെ കുറച്ച് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ എപ്പോ പ്ലാൻ ചെയ്താലും എന്താ പറയാ, ഇപ്പൊ ഉയരെ സമയത്ത് എല്ലാരും കുറെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പടങ്ങൾ വരും. പക്ഷെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും പടങ്ങൾ വരാറില്ല. പിന്നെ പടങ്ങൾ വരാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇനി ഞാൻ പടമൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഏതിനും പടം വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇനി എനിക്കിതിൽ പ്രതീക്ഷയൊന്നുമില്ല, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കാം, അതിലേക്ക് അത് മാസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സുലേഖ മനസ്സിൽ വരുന്നത്. അപ്പൊ ഞാൻ അതോടെ ഓക്കെ സുലേഖ മനസ്സിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളാണ്. അതിലിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന പരിപാടികൾ വരത്തില്ല. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ വിചാരിക്കും. അപ്പത്തേനും പിന്നെ മന്ദാഗിരി വന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലൂപ്പിലാണ് ഞാൻ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോ റെഫറൻസുകൾ നോക്കിയിരുന്നു എന്ന് പറഞ്ഞത് ഈ അപ്ഡേഷന്റെ ഭാഗമായിട്ട്, അതിൽ ഇപ്പൊ എനിക്ക് മന്ദാകിനിയുടെ ട്രെയിലർ കാണുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റർ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് പഴയ ഉർവശി ചേച്ചിയുടെ സിനിമകള്, ഇവര് ചെയ്തിട്ടുള്ള കല്യാണം ബേസ്ഡ് സിനിമകൾ, ഭാര്യ റോളുകൾ, ഇതൊക്കെയായിരുന്നു. അങ്ങനത്തെ റെഫറൻസുകളൊക്കെ തന്നെയായിരുന്നു. അതിപ്പോ ഏത് റെഫറൻസ് എടുത്തത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോകും. നമ്മുടെ തന്നെ ഈ പറഞ്ഞ ഒരു pre-2000 എറയിലെ മലയാളം സിനിമകൾ തന്നെയായിരുന്നു. അതെ ആ സമയത്തുള്ള സിനിമകൾ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള. മന്ദാകിനിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നടക്കുന്ന ഈ പറഞ്ഞ ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം എൻ്റെ ക്യാരക്ടറാണെങ്കിലും വളരെ സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലും നമുക്ക് അങ്ങനത്തെ സിനിമകളെ റെഫർ ചെയ്യാനും പറ്റുള്ളൂ. ഈ സോഷ്യൽ മീഡിയ ഇടയ്ക്ക് സ്റ്റക്കായി പോയ ടൈം പീരീഡ് പറഞ്ഞല്ലോ, ഒന്നും എല്ലാവരുടെ ലൈഫിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പൊ അതിൽ റെഗുലറായിട്ട് പോസ്റ്റുകൾ ഇടുന്ന, ഈ പറയുന്ന വീഡിയോസ്, കൊളാബ്സ്, റീൽസ്, കാര്യങ്ങളൊക്കെ അതിൽ ലൈവായി നിൽക്കുന്നതാണ് ആക്ച്വലി. ഈ ഒരു ടൈം പീരീഡ് നോക്കി കഴിഞ്ഞാൽ ഈ ആളുകളുടെ കമന്റിങ്ങിൽ എനിക്കൊന്ന് ഒരു കാലത്ത് കവിതകളിൽ, കഥകളിൽ, നോവലുകളിലൊക്കെ ഭയങ്കര കാവ്യാത്മകമായിട്ട് ഈ പറഞ്ഞ ഒപ്പീനിയൻ കമന്റ് പറയുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. സൊസൈറ്റി അങ്ങനെയായിരുന്നു. ഇത് വളരെ റൂട്ടഡായി മാറുമ്പോൾ ഇതിന്റെ ടേമുകൾ മാറുന്നു, ക്രിഞ്ച്, ക്യൂട്ട്നെസ്, ഇതിലോട്ടൊക്കെ ഇത് മാറി വരുന്നുണ്ട്. ഈ ട്രാൻസിഷൻ ആക്ച്വലി നിങ്ങളുടെ തന്നെ കമന്റ് ബോക്സുകളിലൊക്കെ ഡെയിലി ബേസിൽ കാണുന്ന ആൾക്കാരായിരിക്കും. ഇത് ആക്ച്വലി ഒരു കണ്ടന്റ് ക്രിയേറ്ററെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഐ മീൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നു അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് വരുന്നു. ഇവരെ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളത് കൂടെ ഉണ്ടോ ശരിക്കും? അവരെ ഇത് ആദ്യമൊക്കെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു റിവീലിംഗ് ഫോട്ടോ അങ്ങനെ ഭയങ്കര മോശം കമന്റ്സ് ഒന്നും പണ്ട് വരാറില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് സട്ടിലായിട്ട് ആൾക്കാര്, പക്ഷെ ഇപ്പൊ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കമന്റ്സ് അല്ലേ, അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അഫക്റ്റ് ചെയ്യാറുണ്ട്.
പിന്നെ പണ്ട് പറഞ്ഞ പോലെ നല്ല രസമുണ്ട്, ക്യൂട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ ഇപ്പൊ അതിന്റെ യൂസേജ് ഒക്കെ കമന്റ്സിന്റെ രീതികളൊക്കെ മാറി ആൾക്കാര് നമ്മളെ അറ്റാക്ക് ചെയ്ത് കൊല്ലാന്നുള്ളൊരു ഇങ്ങനെ ഇല്ലാതാക്കാന്നുള്ളൊരു പരിപാടിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ശരിക്കും എഫക്ട് ചെയ്യുന്നതാണോ നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടെ ആവുമ്പോ? അത് ചിന്തിക്കോ എന്ത് ഈ കണ്ടന്റ് കൊടുക്കണം? അതെ, ഞാനിപ്പോ ഒരു ഇന്റർവ്യൂലാണല്ലോ ഇപ്പൊ എന്ത് പറഞ്ഞാലും അതിനുശേഷം ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആളോട് ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടോ? കാര്യം ഞാൻ വിചാരിക്കുന്ന ഇന്റർവ്യൂസിൽ നമുക്ക് അധികം ആലോചിക്കാനൊന്നും സമയമില്ലല്ലോ. നിങ്ങൾ പറയുന്നതിന് നമ്മൾ അപ്പം തന്നെ ഒരു ഉത്തരം പറയുക. അപ്പൊ ചിലപ്പം ഏതെങ്കിലും ഒരു ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആവട്ടെ, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആവട്ടെ, ചിലപ്പോൾ നമ്മൾ അറിയാതെ ആലോചിക്കാതെ പറയും. മനുഷ്യരല്ലേ, നമുക്ക് തെറ്റുകൾ പറ്റും. സ്പോട്ടിൽ നമ്മൾ ചിലപ്പോൾ അത് പറഞ്ഞു പോകും. പറഞ്ഞു കഴിയുമ്പോൾ ഇല്ല അത് പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞത് മോശമായി എന്നൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഇത് കയ്യിൽ നിന്ന് പോകും. അതെ, അപ്പൊ ഇതിങ്ങനെ ഞാൻ ആലോചിച്ചോണ്ട് ചിലപ്പോ ഇതൊന്നും ഒരു പ്രശ്നമായില്ലെങ്കിലും അയ്യോ ഞാൻ എന്തിനാ അത് പറഞ്ഞ് മോശമായി പോയോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് എന്റെ സമയങ്ങൾ കളയാറുണ്ട്. അതല്ലാതെ ഒരു പോയിന്റ് വരെയൊന്നും എന്നെ അത്ര ബാധിച്ചിരുന്നില്ല ഈ പ്രശ്നങ്ങളും മോശം കമന്റ്സും. ഇതൊക്കെ ഞാൻ ആ ഒരു സെൻസിൽ കണ്ടിട്ടുള്ളൂ. കാര്യം ആദ്യം ഇതൊന്നും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ പുതിയ വന്ന് അത് ആ വഴിക്ക് അങ്ങ് പോവല്ലോ. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് ഒരു കാളിയുടെ ഒരു ഫോട്ടോഷൂട്ടില് ഒരു പ്രശ്നം വന്നപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്താണ്, അതൊരു സോഷ്യൽ മീഡിയ അത്ര പ്രോമിനന്റ് ആവാത്തൊരു സമയത്താണ്. പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് പ്രശ്നമായി എന്ന് തോന്നിയപ്പോൾ ഞാനത് കൂടുതൽ അതെന്താണ് ആലോചിക്കാതിരുന്നത്. ആ സമയത്ത് കൊറോണ സമയത്താണ് ചെയ്യുന്നേ. അപ്പം അതിന്റെ ഒരു അത് ചിലപ്പോ ഇപ്പൊ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചു. ആ സമയത്ത് തീരെ ആലോചിക്കുന്നില്ല, വെറുതെ വീട്ടിലിരിക്കല്ലേ, ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു, അതങ്ങ് ചെയ്യാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ അത് എന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാ ഞാൻ കണക്കാക്കുന്നത്. ഇന്റർവ്യൂസിന് സംസാരിക്കാൻ പറഞ്ഞപ്പോ പലപ്പോഴും ആക്ടേഴ്സ് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി 5, 6, 10, 15 ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടല്ലോ. ഓരോ തവണ നിങ്ങൾ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവാണ്. നിങ്ങളുടെ മാനേഴ്സ്, ചിരികൾ, കൈന്റെ മൂവ്മെന്റ്, കണ്ണുകൾ, ഇതെല്ലാം ഭയങ്കര എക്സ്പോസ്ഡ് ആവാം. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രേക്ഷകർ നിങ്ങൾ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഇതിൽ ജഡ്ജ്മെന്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തോണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കാം, അതേ ഇങ്ങോട്ട് നോക്കും. ഇതിലൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ദിലീഷ് ചേട്ടനോട് സംസാരിച്ച് ദിലീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂവിൽ ഒരു ക്യാരക്ടർ പിടിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അനാക്കലിക്ക് ഇന്റർവ്യൂവിന് ക്യാരക്ടർ ഉണ്ടോ? ഇല്ല, അത് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കാന്ന് പറയുന്നത്. പക്ഷെ ഇല്ല, ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ജെന്യുവൻ, ഞാൻ ഇതിനപ്പുറമൊന്നും ഇല്ല. പക്ഷെ ഇതുപോലെ ഒരു ക്യാരക്ടർ പിടിക്കണം, ആൾക്കാർക്ക് നമ്മളെ റീഡ് ചെയ്യാൻ. അതായത് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും പ്രേക്ഷകർക്ക് പിടികൊടുക്കരുത്, നമ്മളെന്താണെന്നുള്ളത് നമ്മൾ പിടികൊടുക്കരുത്. പക്ഷെ എനിക്ക് പഴയ ആക്ടേഴ്സിനൊക്കെ അത് പിന്നെയും പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതാ ടൂ മച്ച് ഓഫ് ഇന്റർവ്യൂസ്, ടൂ മച്ച് ഓഫ് സോഷ്യൽ മീഡിയ. പിന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ തന്നെ നിന്നാലേ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആളുകൾക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല, എനിക്കത് കാര്യം നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതില് എങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെ അത് ക്രാക്ക് ചെയ്തെടുക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല. ഭയങ്കര എഫേർട്ടും നമ്മള് കോൺസ്റ്റന്റ്ലി ഫേക്ക് ആയിട്ട് നിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൂ. ഇന്റർവ്യൂസിന് ഒരു അരമണിക്കൂർ നേരം വേണമെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ പിടിക്കാം. പക്ഷെ ത്രൂ ഔട്ട് അങ്ങനെ ക്യാരക്ടർ സോഷ്യൽ മീഡിയയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഒരു തിയേറ്ററിൽ പോയാൽ വരെ അവിടെ നമ്മള് വെറുതെ ഞാന് എന്റെ വീടിന്റെ മുറ്റത്ത് പോയി ഒരു ചായ കുടിക്കും. പ്രാവശ്യം ഒരാൾ എനിക്ക് ഫോട്ടോ അയച്ച്, ചേച്ചി ചായ കുടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എല്ലാരും ഇങ്ങനെ ഈ ഫോണും കൊണ്ട് നടക്കുമല്ലേ, എല്ലാവർക്കും ഒരു ചാനലുണ്ട്, എല്ലാവർക്കും ഇത് ആക്സസിബിൾ ആയി മാറിയേക്കുക. അപ്പം ഇനി ഒരു ക്യാരക്ടർ പിടിച്ചാലും ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ വേറെ രീതി കണ്ടാൽ ആൾക്കാർ പറയാം ഇതല്ല നിങ്ങളെന്ന് പറയില്ലേ. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കാന്ന് പറയുന്നത് ഒട്ടും എനിക്കറിയാൻ പോലെ ഒട്ടും നടപടിയുള്ള ഒരു പരിപാടിയല്ല. ചെയ്യുന്നവർ അടിപൊളിയാണ്. പക്ഷെ ഈ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിൽ ഒന്നാണ്
എന്താ പൊളിറ്റിക്കലി റൈറ്റ് ആയിരിക്കുക, പൊളിറ്റിക്കലി റോങ് ആവുന്നവരുണ്ട്. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ്, നിലപാടുകൾ, ചിന്തകൾ, ഇതിലെല്ലാം എത്രമാത്രം നമ്മൾ റൈറ്റ് ആണോ അത്രയും നമ്മൾ ശരിയാവുകയാണ് മൊത്തത്തിൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ. ഒരു ആക്ടർ, ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇത്രയും ഒന്നല്ലെങ്കിൽ ഇത്ര ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്, സ്ക്രീനിൽ ആളുകൾ കാണുന്ന ഒരാളാണ്. അവിടെ ബീങ് പൊളിറ്റിക്കലി റൈറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എടുക്കുന്ന നിലപാടുകൾ, ഇടുന്ന ഒരു സ്റ്റോറി വരെ എത്രമാത്രം ശരിയാണ്, അതിലൊരു മറുപുറം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളിൽ എക്സ്ട്രാ കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ കോൺഷ്യസ് എഫേർട്ട് എടുക്കാം. അപ്പം ജീവിതത്തിലാണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയയിലൊന്നും വന്നില്ലെങ്കിൽ തന്നെ നമ്മളോട് ഒരാളോട് സംസാരിക്കുമ്പോൾ, ഈവൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയുള്ള അത്ര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സിന് നമ്മുടെ സോണാണല്ലോ, അപ്പൊ അവർക്കും അത് മനസ്സിലാവും. പക്ഷെ നമ്മൾ അങ്ങനത്തെ ചെറിയ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മൾ എക്സ്പോസ്ഡ് ആവാതിരിക്കത്തുള്ളൂ. വേറെ എന്തെങ്കിലും സാഹചര്യത്തില് പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് മാറുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിച്ചാൽ അവരും എന്നോട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൽ ഒരാള് ഡാർക്ക് സ്കിൻഡ് ആണെന്ന് പറഞ്ഞാൽ അവനെ വേറെ ഏതെങ്കിലും രീതിയിൽ കളിയാക്കാൻ പോകുന്നത് ഒരിക്കലും ശരിയല്ല. ചിലപ്പോൾ അവനത് ആ സെൻസിൽ എടുക്കുമായിരിക്കും. പക്ഷെ നമ്മളത് 10 പേര് മുന്നിൽ പറയുമ്പോൾ 9 പേർക്ക് അത് കിട്ടും. അപ്പൊ അത് പറയുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നോണ്ട് കുഴപ്പമില്ല എന്നൊരു തോന്നല് വരും. അപ്പൊ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു എഫേർട്ടാണ്. അത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അത് അറ്റ് വെരി യങ് ഏജ് ഞാനത് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഒരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെയും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മന്ദാകിനിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ. ഈ മന്ദാകിനിയുടെ ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് കെയോസ് ഉണ്ട്. നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോഴുള്ള ഭയങ്കരമായ ഫീൽ ഗുഡോ ഡാൻസോ പാട്ടോ ഇതൊന്നുമല്ല. ഒരു രാത്രി ഭയങ്കര കെയോസ്, ഓട്ടം, പിടുത്തും, ബഹളം. ഈ മന്ദാകിനി എന്താണ്? അനാർക്കലി മന്ദാകിനിയിൽ ആരാണ്? എന്താണ് ക്യാരക്ടർ? മന്ദാകിനി എന്റെ ക്യാരക്ടറിന്റെ പേര് അമ്പിളി എന്നാണ്. ഞാനല്ല മന്ദാകിനി. മന്ദാകിനി സിനിമയിലൊരു സാധനമാണ്. അതെന്താണെന്ന് 24-ാം തീയതി ഉറപ്പായിട്ടും അറിയാൻ കഴിയുന്നതായിരിക്കും. പക്ഷെ ഇപ്പം പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഒരു സിനിമയുടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മന്ദാകിനി എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം അതിലൂടെയാണ് സിനിമ മാറുന്നത്. ഒരു ട്വിസ്റ്റ് വരുന്നത് ഈ മന്ദാകിനിയുടെ സാധനമാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അന്ന് രാത്രി, അന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് നടക്കുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ അതിൽ കുറെ ട്രാവലിങ്, കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ ഒരു സ്വഭാവത്തില് ഈ പറഞ്ഞ ബാക്ക് ടു ബാക്ക് ഈവെന്റ്സ് ആണല്ലോ, ഹാപ്പനിങ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പലപ്പോഴും സിനിമ നമ്മൾ ഓർഡറൊന്നും ആയിരിക്കില്ല ഷൂട്ട് ചെയ്യുന്നത്. ഇത് പല സമയത്ത് പല സീനുകളായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ ഒറ്റ രാത്രി ഒരുമിച്ചുള്ള ഈവെന്റ്സ് ആകുമ്പോൾ ഇമോഷണൽ കണ്ടിന്യൂറ്റി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിങ്ങൾ എത്രമാത്രം ഇതിൽ സിങ്ക് ആണെന്നുള്ളത് ഓഡിയൻസ് കാണുന്നത് ഫൈനൽ ഔട്ടിലാണ്. ഇതിൽ ഈ പറയുന്ന സിങ്ക് കണ്ടെത്തുന്നത്, ഈ ഇമോഷണൽ കണ്ടിന്യൂറ്റി കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നത്, അതിൽ അനാർക്കലിക്കൊരു ചലഞ്ച് ഉണ്ടോ? ഈസിനെസ് ആണോ? എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു എഴുതിയിരുന്നത്. അപ്പം എനിക്കതെങ്ങനെ പറയാം, അതായത് സിനിമയ്ക്കകത്ത് ഈ ഒരു എൻ്റെ ക്യാരക്ടറിന് ഒരു ചെറിയൊരു സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പം ആ സ്വഭാവത്തിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട് എന്ന് വരെ സിനിമയിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റേ ക്യാരക്ടേഴ്സിന് അറിയില്ല, എൻ്റെ ഇമോഷണൽ കണ്ടിന്യൂറ്റി അത്യാവശ്യം പിടിക്കാൻ പറ്റുന്നതായിരുന്നു. കാര്യം സ്ക്രിപ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയ ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ആസ് എൻ ആക്ടർ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഇതിന് ഒരു സിനിമയെ ലീഡ് ചെയ്യുന്നതിൽ ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ എന്നത് മുതൽ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ ലീഡ് ചെയ്യുന്ന ആൾക്ക് വരുന്നുണ്ട്. അവിടുന്ന് ആളുകൾ സിനിമ കാണണം, അത് വർക്ക് ആവണം, അതൊക്കെ അതിന്റെ പോസ്റ്റ് റിലീസ് കാര്യങ്ങളാണ്. ഈ ഷോൾഡർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അനാർക്കലി ഒരുപാട് സിനിമകളുടെ ഈ ഷോൾഡറിങ് റെസ്പോൺസിബിലിറ്റി കൊണ്ടു നടന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അത് ശരിക്കും ഭയങ്കര വെയിറ്റ് ആണോ, അതോ ഇതിനെ പറ്റി കോൺഷ്യസ് ആവാറുണ്ടോ? എങ്ങനെയാ ശരിക്കും? ഇല്ല, എനിക്ക്
വളരെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഷോൾഡർ ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. അത് മൊത്തം അൽത്താഫിന്റെ ഏരിയയാണ്. കാര്യം ഉറപ്പായിട്ടും എന്താ സിനിമ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിലൂടെയാണ് സിനിമയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത്. സിനിമയിൽ ഒരു പ്രത്യേക ഇൻസിഡന്റ് നടക്കുന്നു, അതിന്റെ ആ ഇൻസിഡന്റ് മൂലമാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അൽത്താഫ് തന്നെയാണ്. അപ്പൊ അൽത്താഫിന്റെ ക്യാരക്ടറിനോടാണ് ആൾക്കാർക്ക് ഒരു ഇമോഷനും പരിപാടിയൊക്കെ തോന്നുക. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ ഷിഫ്റ്റിന്റെ കാര്യം കുറച്ച് റിസ്കി ആയിരുന്നു അത് ചെയ്യാൻ. അപ്പൊ അതിലെനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെ, അതിപ്പോഴും എനിക്ക് ആ ടെൻഷൻ ഉണ്ട്. അത് ആൾക്കാരത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പൊ അത് എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും, അത് ബോറാവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതല്ലാതെ എന്താ സിനിമ ഞാൻ ആദ്യം കേൾക്കുമ്പോഴേ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇത് ഒരിക്കലും ഔട്ട് വരാതെ ഇത് എങ്ങനെയായിരിക്കും എന്ന് ജഡ്ജ് ചെയ്യാൻ അത്ര കഴിവൊന്നുമില്ല എനിക്ക്. എന്നാലും വളരെ ക്ലീൻ ആയിട്ട് ആരും എന്താ മോശം പറയാൻ ചാൻസ് ഇല്ലാത്ത ഒരു സിനിമ പോലെയായിരുന്നു തോന്നിയത്. അപ്പം അത് ഷോൾഡർ ചെയ്യാൻ ഇപ്പൊ ഞാനായിരുന്നു ഷോൾഡർ ചെയ്യുന്നതെങ്കിൽ തന്നെ അത്ര പ്രശ്നം ഇല്ലായിരുന്നു. ഈ ക്യാരക്ടർ ഷിഫ്റ്റില് ടെൻഷനെ പറ്റി പറഞ്ഞല്ലോ, ഈ മന്ദാകിനി ഫസ്റ്റ് ഡേ തിയേറ്റർ വാച്ചിനെ പറ്റി ഇപ്പൊ എങ്ങനെയാ ചിന്തിക്കുന്നത്? ഈ പറഞ്ഞതെല്ലാം കാണണല്ലോ സ്ക്രീനിൽ, ഓഡിയൻസിനോട് ഫസ്റ്റ് ആക്കി. ഞാൻ ഇതുവരെയും ആക്ച്വലി സിനിമ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും എന്താ, ഞാൻ ഒരിക്കലും എൻ്റെ ഫൈനൽ ഔട്ട് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് മുമ്പ് ഞാൻ കാണാറില്ല. അതെ, അല്ലെങ്കിൽ എനിക്ക് അതിൽ അത്രയും ഒരു ആ സിനിമയിൽ അത്ര ഒരു സേ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എനിക്കത് നമ്മൾ അഭിനയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡബ് ചെയ്തതിന് ശേഷം അത് നേരെ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മൾ ഒരു ഓഡിയൻസിനെ പോലെ ഇരുന്നായിരിക്കില്ലേ കാണാൻ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ജഡ്ജ്മെന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ, ഉറപ്പായിട്ട് ടെൻഷൻ ഉണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോവാന്നുള്ളത്. കാര്യം ഒരു വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ആൾക്കാർ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു വലിയൊരു ബാനർ, കുറെ വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും ഉള്ളൊരു സിനിമയല്ല. അപ്പം സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും, കോമഡി വർക്ക് ആകുമോ, അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാര്യം വേറെ നോൺ ആയിട്ടുള്ള ആക്ടേഴ്സ് അൽത്താഫ് അല്ലാതെ, അൽത്താഫിന്റെയും ആദ്യത്തെ നായകനായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ട്. കാര്യം ഇത് ഇപ്പൊ നമ്മുടെ കൂടെ ഇറങ്ങുന്ന ബാക്കി സിനിമകളെ പോലെ ആൾക്കാർ എത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണോ എന്ന് പോലും എനിക്ക് അറിയില്ല. ട്രെയിലർ ഇറങ്ങുന്നതിന് ശേഷം കുറച്ചുകൂടി ഡിസ്കഷൻ. അതെ, ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം പുതിയ ആൾക്കാരല്ലേ, എന്നുവെച്ചാൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും എല്ലാവരും അധികം അത്ര നോൺ അല്ലാത്ത ഈ പറഞ്ഞ കുറെ പുതിയ ആക്ടേഴ്സും ചെറിയ ചെറിയ ആക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും അത് ഞാൻ സിനിമ ചൂസ് ചെയ്യാൻ അത് തന്നെ ഒരിക്കലും ബോധറിയിച്ചിട്ടില്ല. കാര്യം കഥ എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് തന്നെ എടുത്തു. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഓഡിയൻസ് മെന്റാലിറ്റിയിലും ആളുകൾ തിയേറ്ററിലോട്ട് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ ഇതൊരു കാരണവും അല്ല ഇപ്പത്തെ കാലം. കാര്യം ഞാൻ ആനന്ദം എന്ന് പറഞ്ഞൊരു സിനിമ, പുതിയ ആൾക്കാര് സിനിമ, ആ സിനിമ വിജയിക്കുകയും ചെയ്തതാ. അപ്പം അതൊരിക്കലും ഒരു പ്രശ്നം. ഇപ്പം രോമാഞ്ചം ഒക്കെ ആണെങ്കിലും അതിൽ കുറച്ച് വലിയ ആൾക്കാരുണ്ട്. എന്നാലും പുതിയ ആൾക്കാരെ കാണാൻ ആൾക്കാർ റെഡി ആയിരുന്നു. ഉറപ്പായിട്ടും നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററിൽ കാണുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. ഇതിൽ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2016 ആനന്ദം വരുന്നു, നിയർലി 8 വർഷം ആവുന്നല്ലോ. എന്നാൽ അനാർക്കലി ഈ പറഞ്ഞ 8 വർഷം കാലയളവിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടില്ല. അതെന്തുകൊണ്ടാണ് വളരെ സെലക്റ്റീവായി ചൂസ് ചെയ്ത്? അത് നല്ല സിനിമകൾ അധികം വന്നിട്ടില്ല സത്യം പറഞ്ഞ. അപ്പം എന്നാന്ന് വെച്ചാ വരുന്ന നല്ല സിനിമകൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ചുരുക്കം സിനിമകളിലേക്ക് എത്തിയതാ. അപ്പൊ എനിക്ക് എങ്ങനെ
എൻ്റെ പ്രസൻസ് ഇൻഡസ്ട്രിയിൽ അറിയിക്കാൻ വേണ്ടി എല്ലാ പടങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അത് എൻ്റെ പ്രസൻസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിലും ആൾക്കാരുടെ ഇടയിൽ അറിയിക്കാൻ എനിക്ക് വേറെ മോഡ്സ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അത്യാവശ്യം ഞാൻ ആക്റ്റീവാണ്. സോ എനിക്ക് മോശം സിനിമകളുടെ ഭാഗമാവണമെന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് എ ഫിലിം ഞാനത് ചെയ്യാറില്ല. ശരിക്കൊരു അനാർക്കലിയുടെ അടുത്ത് വരുന്ന ഒരു സ്ക്രിപ്റ്റിന്റെ അനാർക്കലിയുടെ ഒരു സെലക്ഷൻ പ്രോസസ് ഫോർമുല അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങ് അതായത് എനിക്ക് കഥ പറയാൻ വരുന്ന ആൾക്കാർക്കൊരു ചിലർ ഭയങ്കര രസമായിട്ട് കഥ പറയുന്നവരുണ്ട്, ചിലർ ഭയങ്കര സ്റ്റോറിയിലല്ല, എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഇന്ന കാറ്റഗറി ഒന്നുമില്ല. പക്ഷെ ഡയറക്ടേഴ്സ് നന്നായിട്ട് നല്ല രസമായിട്ട് അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ഒക്കെ ആവും. ചിലരത് ഇനാക്ട് ചെയ്തൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ചെറിയ ഡയലോഗൊക്കെ പറഞ്ഞ് അഭിനയിച്ചൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഓക്കെ, കാര്യം ആൾക്ക് അത്ര ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനത് എടുക്കും. അല്ലാതെ ഇന്ന ക്രൈറ്റീരിയ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഏതാന്ന് പോലും എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. അത് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ ഫ്രണ്ട്സായിട്ടും എൻ്റെ സിസ്റ്ററായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർക്കും അത് ഓക്കെ ആണ്. ഇപ്പം സിനിമ ഇനിയിപ്പോൾ ഭയങ്കരമല്ലെങ്കിലും ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ക്യാരക്ടർ ആസ് എൻ ആക്ടർ എനിക്ക് അതിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടൊക്കെ അത് ഏറ്റെടുക്കാറുണ്ട്. ഏത് സിനിമ ഇഷ്ടം എന്ന് പോലും അറിയില്ല എന്ന് പറയുന്നിടത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ മന്ദാകിനി ഒരു എന്റർടൈനർ ആയിട്ടാണ് വരുന്നത്. അനാർക്കലി കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണർ ഉണ്ടോ സിനിമകളുടെ? അങ്ങനെയും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് റൊമാൻറ്റിക് സിനിമകൾ എനിക്കിഷ്ടമാണ്. കാണാൻ ഒരു വളരെ സിമ്പിളായിട്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കണ്ടിരിക്കാവുന്ന സാധാരണ പ്രേമലു പോലത്തെ ഒക്കെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഓൾ ടൈം സ്വപ്നക്കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രാജഡിയാ, പക്ഷെ ആ ഒരു പോയിന്റ് വരെ അത് ഭയങ്കര രസമുള്ളൊരു പടമല്ലേ. ട്രാജഡി വരെ ട്രാജഡി നമ്മളെ എന്ത് സംഭവിച്ചെന്നായിപ്പോത്തില്ലേ. പക്ഷെ അതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. പ്രേമലു ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഈ സിനിമ ശരിക്കൊരു പാഷൻ ആയിരുന്നോ ചെറുപ്പത്തില്? വാപ്പ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പം ഈ മീഡിയയോട് എനിക്ക് ഭയങ്കര താല്പര്യം. എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം വാപ്പായെ കണ്ടാണല്ലോ വളരുന്നത്. അപ്പം വാപ്പയുടെ ക്യാമറ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുക, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. അപ്പം അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അഭിനയം ഇല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല. എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യണം എന്നായിരുന്നു. പിന്നെ അങ്ങ് സംഭവിച്ചു. പിന്നെ എൻ്റെ ചേച്ചി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം അതെ. അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ, ഇങ്ങനെ സിനിമയിൽ കയറണം, ഫേമസ് ആവണമെന്നൊക്കെ. അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം എന്നല്ലാതെ കാര്യമായി ആഗ്രഹങ്ങളില്ലായിരുന്നു. പിന്നെ ഇത് ഇപ്പൊ ആനന്ദം ഭയങ്കര ട്രിപ്പൊക്കെ പോകുന്ന ഒരു കഥയായതുകൊണ്ട് എന്നാ ഹംപിയും ഗോവയെ കാണാലോ എന്ന് വിചാരിച്ചങ്ങ് അങ്ങനെ ഏറ്റെടുത്ത പടമാണ്. പക്ഷെ അതിനെ ഞാൻ ഒട്ടും സീരിയസ് ആയി കണ്ടിരുന്നില്ല. എനിക്കൊന്ന് ഉയരെ ഒക്കെ കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നത്. ഇപ്പം അതിലും സീരിയസ് ആയിട്ട് കാണുന്ന ഈ സുലേഖ മനസ്സിൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനോടൊരു ഇഷ്ടം വരുന്നത്. ഉയരെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഞാനിങ്ങനെ കൊള്ളാമോ. അപ്പോൾ അതുവരെ ഞാൻ അൺഷുവർ ആയിരുന്നു ഞാൻ എന്നെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ. പിന്നെ അത്ര ജഡ്ജ് ചെയ്യാൻ മാത്രം ക്യാരക്ടേഴ്സും ആ സമയത്തൊന്നും വന്നിട്ടുണ്ടായില്ല. ഉയരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് പോലെയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നൊരു തോന്നലൊക്കെ വന്നായിരുന്നു. പിന്നെ അതിനുശേഷം സുലേഖ മനസ്സിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി. ഇല്ല, പിന്നെ കോൺഫിഡൻസും ഇല്ല അഭിനയത്തിനോടൊരു ചെറിയ ഇഷ്ടമൊക്കെ ആ സമയത്താണ് വരുന്നത്. പിന്നെ ഈ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര വളരെയധികം ഹാപ്പിയാണ്. ഈ സിനിമ ജേണിയെ പറ്റി സംസാരിച്ചു. സുലേഖ മനസ്സിന് ശേഷം സിനിമ കുറച്ചുകൂടെ സീരിയസ് ആയി കാണുന്നു എന്ന് പറയുന്നു. മന്ദാകിനിക്ക് ശേഷം ഇഷ്ടം കൂടി എന്ന് പറയുന്നു. ഈ ഇനിയുള്ളൊരു കരിയറിനെ പറ്റിയുള്ളൊരു വിഷൻ എങ്ങനെയായിരിക്കും ശരിക്കും? ഇതുപോലെയൊക്കെ തന്നെ കുറച്ച് എനിക്കൊരു കയ്യൊപ്പ് കൊടുക്കാൻ പറ്റുന്ന
കുറച്ച് സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ എന്നാലും അങ്ങനെ നായിക മാത്രമായിട്ട് ചെയ്യും അങ്ങനെയൊന്നുമില്ല. എങ്ങനത്തെ നല്ല വേഷങ്ങൾ വന്നാൽ അങ്ങനത്തെ എന്തുതരം വേഷങ്ങളാണേലും ചെയ്യാനുള്ള ഒരു മൂഡ് തന്നെയാണ്. പിന്നെ ഒരു ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ എന്താ പറയാ പറ്റുമെങ്കിൽ പ്രൊഡ്യൂസൊക്കെ ചെയ്യണം എന്നുള്ള ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ ക്യാമറയോടുള്ള ഇഷ്ടം പറഞ്ഞിരുന്നല്ലോ, സിനിമാറ്റോഗ്രാഫി ഇപ്പോഴും ഒരു ആഗ്രഹമായിട്ട് ഇഷ്ടമായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതിനെ കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പൊ. ആ സമയത്ത് ഈ വാപ്പായെ കണ്ട് വളർന്നത് കൊണ്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനോട് ഇല്ല, അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഈ പാട്ട് എനിക്ക് തോന്നുന്നു അനാക്കിലൊരു പറയുമ്പോൾ നമ്മൾ ഈ സുലേഖ മനസ്സിലെ ഡാൻസ് പറഞ്ഞ പോലെ ഈ പാട്ട് എല്ലാവരും പല റീലുകളൊക്കെ ആയിട്ട് കാണുന്ന പാട്ടുകളൊക്കെ എപ്പോഴും ആൾക്കാർ ഓർമ്മയിൽ വരുന്നതായിരിക്കും, സംസാരിക്കുന്നതായിരിക്കാം. പാട്ടിനോട് ശരിക്കും ഇങ്ങനെ ഇത്രയും ഇഷ്ടം വരുന്നത്, അതിൽ ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഒരു 1ാം ക്ലാസ് മുതൽ പാട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്. ഒരു കുറേ വർഷം, ഒരു 9-10 വർഷത്തോളം ആക്ച്വലി പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചെറുപ്പം മുതലേ വാപ്പ ആണെങ്കിലും വാപ്പ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്നു, പാട്ട് പാടുന്നു ഒരാളാണ്. ചെറുപ്പം മുതലേ എന്തെങ്കിലും സിനിമ പാട്ടൊക്കെ പഠിപ്പിക്കാനും അതിനുവേണ്ടി ആൾക്ക് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുത്തിയിരുന്ന് അടിച്ചൊക്കെ പഠിപ്പിക്കും. ചിത്രഗീതങ്ങൾ പറഞ്ഞൊരു അതെ അതെ, അങ്ങനത്തെ ഈ പഴയ പാട്ടുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. വാപ്പ കൂടുതലും ഇങ്ങനത്തെ പഴയ പാട്ടുകളൊക്കെ കേൾക്കാറ്. അപ്പം സ്ഥിരമായി വീട്ടിൽ പഴയ പാട്ടുകൾ, ഇപ്പൊ പുതിയ പാട്ടുകൾ ഇറങ്ങിയാലും ഇല്ല, പഴയ പാട്ടുകൾ മാത്രം കേട്ടോണ്ടിരുന്ന ഒരു ഫാമിലിയാ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഈ പഴയ പാട്ടുകളോടൊരു ഭയങ്കരമായ ഇഷ്ടം. ആ കാര്യത്തിൽ കുറച്ച് ഒരു ഓൾഡ് ജനറേഷനാണ് ഞാൻ. ഇപ്പം മറ്റേ പഴയ ആൾക്കാരൊക്കെ പറയല്ലോ പുതിയ പാട്ടുകളൊക്കെ, അതൊക്കെ പഴയ പാട്ട്, അതൊക്കെ ഞാൻ ചിലപ്പോൾ പറയും പഴയ പാട്ടുകളൊക്കെ എന്ത് രസമാണ്, ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അങ്ങനെയൊക്കെ പറയും. പാട്ടുകളിപ്പോൾ അങ്ങനെയാണ് പാട്ടുകളോടുള്ള ഇഷ്ടം വരുന്നത്. ഈ സിനിമയാണ് ഇപ്പോൾ അനാക്കി നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും സിനിമയെ ബന്ധപ്പെട്ടിട്ടാണ്. ഈ ലൈഫില് ഫസ്റ്റ് കാണുന്ന തിയേറ്ററിൽ കാണുന്ന സിനിമ ഏതായിരിക്കും? അയ്യോ, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ തീരെ ചെറുതായിരുന്നപ്പം മുതൽ വീട്ടുകാരൊക്കെ ഭയങ്കര ഫിലിം എൻതൂസിയാസ്റ്റ് ആയതുകൊണ്ട് വാപ്പ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. കുറെ നാടക നടനൊക്കെ ആയിരുന്നു. KPSC സെലക്ഷനൊക്കെ അങ്ങനെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗം ആയിട്ടില്ല, പക്ഷെ അതിന് വാപ്പയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അതിന്റെ അങ്ങോട്ട് പോകേണ്ട വന്നില്ല. പക്ഷെ അങ്ങനെ വാപ്പയ്ക്കും അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ആദ്യമായി കണ്ട സിനിമയല്ലേ ചോദിച്ചത്? അത് ഇല്ലേ, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ഹാരി പോട്ടർ കാണുന്നത് തിയേറ്ററിൽ പോയി കാണുന്ന ഓർമ്മ എനിക്കുണ്ട്. പിന്നെ ഇല്ല, കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഈ തിയേറ്റർ വാച്ചിൽ ഭയങ്കര ഒരു മെമ്മറബിൾ സിനിമ ഏതായിരിക്കും? അത് ഏത് പ്രായത്തിലും ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ. അയ്യോ, അത് കറക്റ്റായിട്ട് ഓർമ്മ. ശരിക്കും ക്രോണിക് ബാച്ചിലർ കാണാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മയുള്ളത്. ആദ്യമായിട്ട് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു സിനിമയാണ് ക്രോണിക് ബാച്ചിലർ. അപ്പൊ അന്ന് ഭയങ്കര തിരക്കായി സിനിമയ്ക്ക്. അപ്പൊ ഇത് പോയി കാണാൻ പറ്റുന്ന വെച്ചാൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ വാപ്പായെ നിർബന്ധിച്ച് വാപ്പാനെ ഭയങ്കര ആളെ അടുത്ത ദിവസം കാണാൻ, ഇല്ല അന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് ടിക്കറ്റ് കിട്ടാതാവുകയും. അല്ലല്ല, ഞാൻ ജനിച്ച് വളർന്നതൊക്കെ എറണാകുളത്ത്. എനിക്കൊന്ന് സവിത തിയേറ്ററിലായിരുന്നു അപ്പൊ ആ സമയത്ത്. എന്നിട്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരാള് ബ്ലാക്കിന് ടിക്കറ്റ്, ഞങ്ങൾ നിർബന്ധിച്ച, അത് വാപ്പ ഇപ്പോഴും പറയാം, അന്ന് നീ എന്നെ ബ്ലാക്കിന് ടിക്കറ്റ് എടുപ്പിച്ച കാര്യം എപ്പോഴും പറയാം. അപ്പം സിനിമ കാണുമ്പോ മൊത്തം വാപ്പ വീട്ടിൽ ചെന്നിട്ട് വഴക്ക് പറയല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അത് ടെൻഷൻ അടിച്ചിരിക്കും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇനി ഒരിക്കലും നമ്മൾ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണത്തില്ല, തെറ്റാണ്, അത് ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതാണ് എൻ്റെ പിന്നെ ക്ലാസ്മേറ്റ്സ് കാണാൻ പോകുന്നത്. ഇതൊരു വലിയ അത് എനിക്കൊന്ന് അന്ന് കവിത തിയേറ്ററിലാണ് ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയത്. അപ്പം കൊറേ കഷ്ടപ്പെട്ട് കറക്റ്റ് ഞങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാ സിനിമകളും
പോയി കണ്ട എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ഇത് സ്ട്രഗിളൊക്കെ ഉണ്ടായിരിക്കും. കാര്യം ആദ്യത്തെ ഒരാഴ്ച തന്നെ സിനിമ കാണണം എന്നുള്ള നിർബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ തിയേറ്റർ വാച്ച് ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റി വാച്ച് കൂടെയാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത് മാത്രം നമ്മൾ ആദ്യകാലമാണെങ്കിൽ ഒന്ന് പണ്ടൊക്കെ TV മാത്രമുള്ള സമയങ്ങളിൽ ഒരു ഫാമിലി മൊത്തമായിട്ട് സിനിമയ്ക്ക് പോകുന്നവര് അതൊരു ട്രിപ്പാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തി തിരിച്ചു വരുന്നവരെ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നതിന് നമ്മൾ പോസ്റ്റർ കാണുന്നുണ്ട്, ചിലപ്പോൾ TV വരുന്ന ചെറിയൊരു പരസ്യങ്ങൾ കാണുന്നുണ്ട്. സിനിമ ശരിക്കും ചെറുപ്പം മുതലേ ഈ എക്സൈറ്റ്മെന്റ് ഫാക്ടർ കൃത്യമായിട്ട് തന്നു. പിന്നെ ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് ഭയങ്കര ഇതൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ട്രിപ്പാ. നമ്മുടെ അന്ന് പോകുന്നു, മിക്കപ്പോഴും സെക്കൻഡ് ഷോയ്ക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന പോലെ അല്ലല്ലോ അന്ന് വെച്ചാൽ അധികം ഹോട്ടൽസും ഇല്ല. പിന്നെ നമ്മൾ ഈ ഡെയിലി ബേസിൽ പോയി ഫുഡ് എല്ലാം വീട്ടിൽ നിന്നാണല്ലോ കഴിക്കുന്നത്. അപ്പം തിരിച്ചു വരുമ്പം കാറിലിരുന്ന് വഴക്കായിരിക്കും. തിരിച്ചു പോയി നമ്മൾ പറയും ഹോട്ടലിൽ കയറി കഴിക്കണം, ഉമ്മ പറയും വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ മസാല ദോശ ഇല്ലല്ലോ എന്ന് പറയും, ഞങ്ങൾക്ക് മസാല ദോശ. അപ്പൊ ആര്യാസിൽ കയറി ഫുഡ് കഴിച്ച് തിരിച്ചു പോകുന്ന ഒരു പിന്നെ പണ്ട് സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് പാരഗൺ എന്ന് പറഞ്ഞിട്ടൊരു, ഈ പാരഗൺ അല്ല, എന്നിട്ട് ഈ പാരഗൺ വന്നിട്ട് ആ ഹോട്ടലിൽ ആരഗൺ എന്നൊക്കെ ആക്കിയായിരുന്നു. അവരെടുത്ത് മാറ്റി. അപ്പൊ എനിക്ക് അതിപ്പോഴും ആ കട അവിടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോ അവിടെ സ്ഥിരമായിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിക്കാം. അപ്പം സിനിമ അല്ലെങ്കിൽ ഉമ്മ മറ്റേ പുറത്ത് കൊണ്ടുപോകത്തില്ല, വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള നിർബന്ധങ്ങളൊക്കെ ഉള്ള ഒരു ഉമ്മായിരുന്നു എൻ്റെ. അപ്പൊ അന്ന് ഇതുപോലെ വാപ്പായെ പറഞ്ഞ് സോപ്പിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ വിനോദങ്ങൾ. ഈ സിനിമ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഈ ഗ്രോയിങ് സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഈ കൂടെയുള്ളവരായിട്ടുള്ള ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ അനാക്കലയും ലക്ഷ്മി തമ്മിലുള്ള ബോണ്ടിങ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ജനറേഷനിലാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ചുള്ള മൊമെന്റ്സ്, പാട്ട്, ഡാൻസ് ഇതെല്ലാം വരുന്നത്. ഈ സിസ്റ്റർഹുഡ് എങ്ങനെ ശരിക്കും ഇപ്പോൾ റീകളക്ട് ചെയ്യുന്നത്? പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ ഭയങ്കര എനിമീസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം ആള് ഫസ്റ്റ് കിഡ് ആയതുകൊണ്ട് എപ്പോഴും അടിയും ഇതൊക്കെ കിട്ടും. അപ്പൊ ഇവര് എപ്പോഴും എനിക്ക് എൻ്റെ ഈ ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഈ പേരൻസിന്റെ ഒരു എക്സ്പെരിമെന്റ് പോലെയാണല്ലോ. കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാന്ന് അറിയത്തില്ല. അപ്പം ആളെ എങ്ങനെയാ വളർത്തണ്ടേന്ന് ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ അടി കൊടുക്കും, വഴക്ക് പറയാൻ ആവശ്യമില്ലാത്തതിനുള്ളതിനൊക്കെ വഴക്ക് പറയും. ഇതൊരു ഐഡിയ കഴിയുമ്പോഴായിരിക്കും രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ ആളെ എന്നെ കുറച്ച് നന്നായിട്ടാ എന്നെ വളർത്തിയത്. അപ്പൊ അടി എനിക്ക് കയ്യിലുണ്ടാവുന്ന അടികളൊക്കെ തന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ ആ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയില്. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താലും ചേച്ചിക്ക് തന്നെ അടി കിട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെപ്പോഴും ബോണ്ട് ചെയ്തിരുന്നത് ഈ ഒരു പാട്ടായിരുന്നു. ഞങ്ങള് ഒരുമിച്ചിരുന്ന് പാട്ട് പാടുക പണ്ട് മുതലേ, ചെറുപ്പം മുതലേ ഉണ്ട് ഇതേ പാട്ട്. അത് ഒരുമിച്ചിരുന്ന് പാട്ട് പാടുക, അത് കേൾക്കുക. ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ കാസറ്റ് ഒക്കെ ഇട്ട് പാട്ട് കേൾക്കുക. ഈ അപ്പോഴും ഈ പഴയ പാട്ടുകളിൽ ഇപ്പോഴും ഞങ്ങൾ ബോണ്ട് ചെയ്യുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരുന്ന പാട്ടുകൾ അതിങ്ങനെ റീകോൾ ചെയ്ത് കേൾക്കാനും അതിങ്ങനെ എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇപ്പോഴാണ് ആക്ച്വലി ഒരു സിസ്റ്റർഹുഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. പണ്ടെന്ന് വെച്ചാൽ കണ്ണിന് നേരെ കണ്ടുവിടാം. ഞങ്ങൾ കണ്ട അപ്പ വഴക്കാം. ഇപ്പം എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാൽ തന്നെ തലേന്ന് ഞങ്ങളെന്തിനും വഴക്കുണ്ടാക്കും, യാത്ര തന്നെ വേണ്ടെന്ന് വയ്ക്കും. അങ്ങനെ ഭയങ്കര അടിയും ഇടിയും. ഞാനും നീലുത്തായും ഇങ്ങനെ അടിച്ച് ഭയങ്കര പാടൊക്കെ, അത്ര വയലൻസ് ആയിരുന്നു ഞങ്ങള്. എന്നിട്ട് വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ആളുടെ ഒരു എൻ്റെ റൂമില് ആളുടെ പഴയ ഒരു ഡയറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് വായിക്കണം. അപ്പൊ ചെയ്യാൻ പാടില്ല, ആരും ചെയ്യരുത്. എന്നാലും അത് എടുത്ത് വായിച്ചപ്പോ മറ്റേ എന്നെ പറ്റി എല്ലാ പേജിലും എന്നെ പറ്റിയുള്ള കുറ്റം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ത്രൂ അല്ലോ ആ സമയത്ത്. കാര്യം പേരൻസിന് ആളെ ഇഷ്ടമല്ല എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത് എനിക്ക് വളരെ റീസെന്റ് ആയിട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. എന്നിട്ട് ഞാനിത് എന്നാലും എന്നോട് ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പ്രശ്നമായിരുന്നു ഞങ്ങളെ പോയി. പക്ഷെ പുള്ളിക്കാരി ഞാൻ 6th പഠിക്കുമ്പോൾ ആള് ചെന്നൈയിൽ പഠിക്കാൻ പോയി. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ തമ്മിലൊരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ആവുന്നത്.
പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കത്തില്ല. പിന്നെ എനിക്ക് തെറിയാ, പിന്നെ വാട്സാപ്പിൽ തെറിയും. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ. അപ്പൊ പുള്ളിക്കാരി എനിക്ക് മീമൊക്കെ അയച്ചു തരും. കോളിങ് യുവർ ലിറ്റിൽ സിസ്റ്റേഴ്സ് ലൈക്ക് കോളിങ് എ ബോയ് ഹു ഹാസ് സീറോ ഇൻട്രസ്റ്റ് ഇൻ യു. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ ഇപ്പം. പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, എല്ലാ പല ഡിസിഷൻസും ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചിട്ടും ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പം ആ കാര്യത്തിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നെക്കാളും ശ്രമിക്കുന്നത് നിരുത്താന്ന് എനിക്ക് തോന്നാറുണ്ട്. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, സുലൈഖ മൻസൂറിലെ ഒരു മണവാട്ടിയായിരുന്നു. അതിനും കല്യാണ തലേന്നും കല്യാണതൊക്കെ പ്രധാനപ്പെട്ടതായിരുന്നു. മന്ദാകിനി വരുമ്പോൾ വീണ്ടും ഒരു കല്യാണ പെണ്ണാണ്, നവവധുവാണ്. മന്ദാകിനി ഒരു ഫൈനൽ ലാപ്പിലാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ തിയേറ്ററിലോട്ട് ഉടനെ എത്താൻ പോവാണ്. എക്സ്പെക്ടേഷൻസ് എന്താ ശരിക്കും? എക്സ്പെക്ടേഷൻസ് ഉറപ്പായിട്ടും വലിയ എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു അങ്ങനെ രണ്ടും വധു ഒരു കല്യാണ പെണ്ണായി പറഞ്ഞോണ്ട് പറയാം, അങ്ങനെ വലിയ സിമിലാരിറ്റീസ് ഒന്നും ഇല്ല. ഒരു കല്യാണപ്പടം ആയെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും കണ്ട് ചിരിക്കാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. കല്യാണത്തിന് ഉണ്ടാവാവുന്ന, കല്യാണത്തിന്റെ സമയത്ത് ആയിരിക്കും പുതിയ കപ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യും, അവരെ കുറച്ചാൾ ഡേറ്റ് ചെയ്യും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് സോഷ്യലൈസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സമയമല്ല. അപ്പൊ അങ്ങനത്തെ ഇൻസിഡൻസ്. പിന്നെ ഈ കല്യാണ സമയത്തൊക്കെ വെള്ളം അടിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. വെള്ളം അടിച്ചാലും അവിടുത്തെ പണികളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. പിന്നെ അതെ, പിന്നെ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനത്തെ നമുക്കൊരു കല്യാണ വീട്ടിൽ നടക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും, ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ്, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പല പരിപാടികളും പല സിനാരിയോസും ഉള്ള ഒരു സിനിമയാണ് മന്ദാകിനി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനോട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും മന്ദാകിനിക്കും. പറഞ്ഞ പോലെ കരിയറിന്റെ പുതിയ വിഷനും എല്ലാത്തിനും ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ അതോ